പെട്ടെന്ന് BJPയുടെ സഖ്യകക്ഷിയാക്കും എന്ന് വിചാരിച്ചിരുന്ന ശരത് പവാറിന് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. NCPയെ NDAയിൽ എത്തിക്കുന്നതിനായി ശ്രമം ഏറെ നടത്തിയെങ്കിലും NCP എന്ന രണ്ട് പാർട്ടികളുടെയും ലയനത്തിന് ശേഷം മതി NDA സഖ്യകക്ഷിയാക്കൽ എന്ന നിലപാടിലാണ് ഇപ്പോൾ BJP എത്തിയിരിക്കുന്നത്. NCPയുടെ ഇരു വിഭാഗങ്ങളിലെയും നേതാക്കളും ഭരണപക്ഷത്തെ പ്രമുഖരും തമ്മിൽ ഈ അടുത്തിടെ നടന്ന കൂടിക്കാഴ്ചകളുടെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ നീക്കം സജീവമാക്കുന്നതിനിടയിലാണ് BJP ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് ഇത് ശരത് പവാറിനാണ് രാഷ്ട്രീയപരമായി നഷ്ടം. കാരണം അവർക്ക് 8 ലോകസഭാ MP മാരാണുള്ളത്. എന്നാൽ അജിത് പവാർ വിഭാഗത്തിന് വെറും 1 ലോകസഭാ MP മാത്രമാണുള്ളത്. നമുക്കറിയാം 2023 ജൂലൈയിൽ അജിത് പവാറും നിരവധി സഹപ്രവർത്തകരും പാർട്ടി വിട്ട് മഹാരാഷ്ട്രയിലെ BJP ശിവസേന സർക്കാരിൽ ചേർന്നതോടെയാണ് NCP ഔദ്യോഗികമായി പിളർന്നു പോയത്. തുടർന്ന് പാർട്ടിയുടെ പേരിനും തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിനുമുള്ള യഥാർത്ഥ അവകാശികളായി ശരത് പവാറിനെ വെട്ടി അജിത് പവാർ വിഭാഗത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുകയും ചെയ്തു. അതോടെ തന്നെ ശരത് പവാറിന് ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നു പിടിച്ചു നിൽക്കാൻ. എങ്കിലും അവർ ലോകസഭയിൽ അതിഗംഭീരമായ വിജയം നേടി കോൺഗ്രസിനൊപ്പം ചേർന്ന്. എന്നാൽ നിയമസഭയിൽ ശരത് പവാർ ഒന്നുമല്ലാതെയായി. എങ്കിലും ലോകസഭയിലും ഓരോ സീറ്റും വിലപ്പെട്ടതാണ് എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ 8 സീറ്റുള്ള ശരത് പവാറിന് തന്നെയാണ് മുൻതൂക്കമുള്ളത്. അതിൻ്റെ പേരിൽ വിലപേശാമെന്ന് കരുതിയ പവാറിന് BJPയുടെ പുതിയ നിലപാടിപ്പോൾ തിരിച്ചടി തന്നെയാണ് ആയിരിക്കുന്നത്. NCPയുടെ 2 വിഭാഗങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് ലയിച്ചാൽ മാത്രമേ NDAയുമായി കൂടുതൽ അടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് BJPയുടെ നിലപാട്. ശരത് പവാറിനെയോ അദ്ദേഹത്തിൻ്റെ പ്രധാന അനുയായികളെയോ വ്യക്തിഗതാടിസ്ഥാനത്തിൽ സഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ BJPക്ക് താൽപ്പര്യമില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനിടെ മഹാരാഷ്ട്രയിൽ BJPക്കും ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയ്ക്കും ഒപ്പം ചേർന്ന് ഭരണം നടത്തുന്ന NCP വിഭാഗമുണ്ട്, അജിത് പവാർ വിഭാഗം. അവരുടെ ദേശീയ തലത്തിലുള്ള പ്രതീക്ഷകൾ അവർ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഏപ്രിലിൽ സത്യപ്രതിജ്ഞ ചെയ്ത രാജ്യസഭാംഗമായ പാർത്ഥ് പവാറിനെ ഭാവിയിൽ നടക്കാനിരിക്കുന്ന കേന്ദ്ര മന്ത്രിസഭാ വിപുലീകരണത്തിൽ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു. NCPയുടെ അധ്യക്ഷയും ഉപമുഖ്യമന്ത്രിയുമാണ് സുനേത്ര പവാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ NCPയിൽ ആഭ്യന്തര കലാപമാണ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. കാരണം മുതിർന്ന നേതാക്കളായ പ്രഫുൽ പട്ടേലും സുനിൽ തൽക്കരെ MPയും ഏക ലോകസഭാ MP-യാണ് അദ്ദേഹവും ചേർന്ന് ഈ ഔദ്യോഗിക നീക്കത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതായത് ശരത് പവാറിൻ്റെ ഭാര്യയും അത് കഴിഞ്ഞ് മകനും മാത്രമായി മന്ത്രിമാർ ആകുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിവിടെ എന്താണ് ജോലി എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതിനാൽ അജിത് പവാർ വിഭാഗം പിളരാനാണ് സാധ്യത ഏറെയുള്ളത്. അങ്ങനെ വന്നാൽ ശരത് പവാർ വിഭാഗം അതിൽ ലയിക്കുമോ എന്നുള്ളതും സംശയമാണ്. ഏതായാലും നാളെ ആരംഭിക്കുന്ന പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനത്തിൽ ഭരണഘടനാ ബിൽ അവതരിപ്പിക്കാനുള്ള NDA സർക്കാരിൻ്റെ നീക്കത്തിനിടെയാണ് ഇത്തരം ഊഹാപോഹങ്ങൾ വീണ്ടും സജീവമായിരിക്കുന്നത്. നമുക്കറിയാം ഇനി വരാനിരിക്കുന്ന ബില്ലുകൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 ഉയർത്താനും മണ്ഡല പുനർനിർണയ നടപടികൾ പുതുതായി ആരംഭിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് BJP ആരംഭിക്കുന്ന പ്രധാനപ്പെട്ട ബില്ല്. NCPക്ക് ലോകസഭയിൽ 8ഉം രാജ്യസഭയിൽ 1 സീറ്റുകൾ ഉണ്ട് എന്നുള്ളത് അവരെ ഇതിലേക്ക് ക്ഷണിക്കാൻ സാധ്യതയേറെയുണ്ടായിരുന്നു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്തുണയോ അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം അവരുടെ നിഷ്പക്ഷമായ നിലപാടോ പോലും BJPക്ക് വളരെ നിർണായകമായേക്കും ഈ ബില്ല് കൊണ്ടുവരാൻ. പക്ഷേ തമ്മിൽ തല്ലി തീരാൻ പോകുന്ന NCPയെയും അധികാരമോഹത്തിൽ വരുന്ന ശരത് പവാർ NCPയെയും ചില നിബന്ധനകൾ വെച്ച് പദവി കാണിച്ചു കൂടെ നിർത്താമെന്നാണ് BJPയുടെ പുതിയ തന്ത്രം. അകത്ത് കയറ്റാതെ ഇരിക്കുമ്പോഴും പ്രതീക്ഷകൾ വെച്ച് സഹായിച്ചാൽ അതിനെന്താണ് BJP നൽകുന്ന പ്രതിഫലം എന്നുള്ളതാണ് ശരത് പവാർ കാത്തിരിക്കുന്നത് ഈ വയസ്സാൻ കാലത്ത്.